ചാലക്കുടിയിലെ പോട്ട ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരെ ബന്ദിയാക്കി പട്ടാപ്പകൽ കവർച്ച നടത്തിയ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഇതുവരെയും ലഭിക്കാതെ പോലീസ്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കവർച്ച നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കവർച്ച നടന്ന് 1.5 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് യാതൊരു വ്യക്തതയും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതി എറണാകുളം ഭാഗത്തേക്ക് കടന്നെന്ന വിവരം മാത്രമേ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ളൂ. പ്രതി യാത്ര ചെയ്ത സ്കൂട്ടറിന് നമ്പറോ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ബാങ്കുമായി മുൻപരിചയമുള്ള ഒരാളാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ചകളിലായി ബാങ്കിലെത്തിയവരെ സംബന്ധിച്ച വിശദവിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ബാങ്ക് ഇടപാടുമായി കഴിഞ്ഞ നാളുകളിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടെ തേടുകയാണ് പോലീസ്. കവർച്ച മാത്രമല്ല ലക്ഷ്യമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. സംഘം ചേർന്ന് കവർച്ച എന്ന നിഗമനവും നിലവിൽ പോലീസിനില്ല. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ സ്കൂട്ടറിലും നടന്നും യാത്ര ചെയ്ത വഴികളിലെല്ലാം തന്നെ ഹെൽമറ്റ് ധരിച്ചതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. ദേശീയപാതയിൽ നിന്നും പോട്ട സിഗ്നൽ കടന്നാണ് വന്നതെന്നും കവർച്ച നടത്തിയ ശേഷം ഇടറോഡ് വഴിയാണ് രക്ഷപ്പെട്ടതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ കവർച്ചയ്ക്ക് ശേഷം പ്രതി അങ്കമാലിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇതിലും പ്രതിയുടെ മുഖമില്ല. മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിയിലാണ് സംസാരിച്ചതെങ്കിലും പ്രതി ഇതര സംസ്ഥാനക്കാരനാണെന്ന് ഉറപ്പിക്കാനും പോലീസിന് കഴിയുന്നില്ല. റിപ്പോർട്ടർ, തൃശൂർ.